ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിവേൻ. നമ്മുടെ ഈ ഭൂമിയിൽ പലതരം ഇനത്തിൽപ്പെട്ട മൃഗങ്ങളുണ്ട്. അതിൽ പകുതിയിലും കൂടുതലും വംശനാശം സംഭവിച്ചതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വംശനാശം സംഭവിച്ചതിൽ തിരഞ്ഞെടുക്കപ്പെട്ട വെറും 5 ജീവികളെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 1, ഡിനോസേഴ്സ്. ജുറാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പറക്കുന്നതും പറക്കാൻ കഴിയാത്തതുമായ ഡിനോസേഴ്സ് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 50 ലക്ഷത്തിൽ അധികം ഉണ്ടായിരുന്ന പല ഇനത്തിൽപ്പെട്ട ഡിനോസേഴ്സിന്റെ എണ്ണം കുറയാൻ കാരണം ജുറാസിക് കാലഘട്ടത്തിൽ വംശനാശം സംഭവിച്ചതുകൊണ്ടാണ്. ജുറാസിക് കാലഘട്ടത്തിൽ വംശനാശം സംഭവിച്ചതോടെ തന്നെ അവിടുത്തെ ജീവജാലങ്ങൾക്കും ഒപ്പം ഡൈനോസേഴ്സും നമ്മളെ വിട്ടുവിട്ട് പറയേണ്ടി വന്നു. നമ്പർ 2, ജയന്റ് മോവ. ഇപ്പോഴത്തെ ഏതാണ്ട് ഒട്ടക പക്ഷിയുടെ രീതിയിലിരിക്കും ഈ ജയന്റ് മോവ. ഇത് നശിക്കാൻ കാരണം മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ ഇതിനെ വേട്ടയാടിക്കൊല്ലുന്നവരാണ്. അന്നത്തെ ആവശ്യത്തിന് ഫുഡ് കഴിക്കാനോ ഇവ ഉപദ്രവകാരി ആയതുകൊണ്ടോ അല്ല. അന്നത്തെ കാലത്ത് ഈ ജയന്റ് മോവനെ കൊല്ലുന്നതൊക്കെ വളരെ വീരതയായിരുന്നു. അതുകൊണ്ട് തന്നെ 1445-ൽ ജയന്റ് മോവയെ നമ്മളോട് വിട പറഞ്ഞു. നമ്പർ 3, വൂളി മാമത്ത്. ഇപ്പോഴത്തെ ഏതാണ്ട് ആന കണക്കിനിരിക്കും ഈ വൂളി മാമത്ത്. 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഇവർ നമ്മളോട് വിട പറഞ്ഞതാണ്. മനുഷ്യർ വേട്ടയാടുന്നത് കൊണ്ടാണ് അന്നത്തെ ആവശ്യത്തിന് മനുഷ്യർ വേട്ടയാടുന്നത് കൊണ്ടായിരുന്നു വൂളി മാമത്തിന് വംശനാശം സംഭവിക്കാൻ കാരണം. എന്നിട്ടും കുറച്ച് വൂളി മാമത്തുകൾ അന്റാർട്ടിക്കയിൽ ഒരു ദ്വീപിൽ ജീവിച്ചിരുന്നതാണ്. ഇരിക്കാൻ വയ്യാത്ത ഭൂമിയുടെ ചൂട് കാരണം അവയും നമ്മളെ വിട്ടുവിട പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായും വൂളി മാമത്തുകൾക്ക് വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. സയന്റിസ്റ്റുകാർ ഈ വൂളി മാമത്തുകളെ തിരിച്ചു കൊണ്ടിരുന്നുണ്ട്. നമ്പർ 4, ടൂത്ത്ഡ് കാറ്റ്. വൂളി മാമത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്താണ് ഈ ടൂത്ത്ഡ് കാറ്റും ജീവിച്ചിരുന്നത്. അവ പക്ഷേ മനുഷ്യൻ കാരണമല്ല ഇല്ലാതായത്. കാരണം മനുഷ്യന് അത്രയും വലിയൊരു മൃഗത്തിനെ കൊല്ലാനുള്ള ശേഷിയില്ലായിരുന്നു. പലരും ഇതിനെ പാരറ്റ് ടൂത്ത്ഡ് ടൈഗർ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇത് പുലികളുടെ ഇനമല്ല, ഒരു തരം പൂച്ചയുടെ ഇനമാണിത്. ഇതിന് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് ഇത് വംശനാശത്തിന് അടിമയാകേണ്ടി വന്നത്. കാരണം വൂളി മാമത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇത് ജീവിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വൂളി മാമത്തിന് വംശനാശം വന്നതോടെ അവയ്ക്ക് ഫുഡ് കിട്ടാതായി. വൂളി മാമത്തും വൂളി മാമത്തിൻ്റെ കുഞ്ഞിൻ്റെ ഇറച്ചിയൊക്കെ ആയിരുന്നു ഇത് തിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പതിയെ ടൂത്ത്ഡ് കാറ്റിനും വംശനാശത്തിന് ഇരയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ടൂത്ത്ഡ് കാറ്റിൻ്റെ പല്ലിനെങ്ങാണ്ട് 25 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. നമ്പർ 5, ഡോഡോ. ഏകദേശം 25 കിലോ വെയിറ്റ് ഉള്ള 1 മീറ്റർ നീളമുള്ള ഈ ഡോളോ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഒരു ദ്വീപിൽ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പോർച്ചുഗീസുകാർ ഈ ഡോഡോകളെ കണ്ടുപിടിക്കുന്നത്. അവരെ പല പെർഫ്യൂമുകൾ ഉണ്ടാക്കാനും പല ഇയറിങ്സിനും അവരുടെ ആവശ്യത്തിനായി പലതിനും വേണ്ടി ഡോഡോയെ കൊന്നൊടുക്കി. അങ്ങനെ വെറും 30 വർഷം കൊണ്ട് ഈ ഡോഡോനെ മനുഷ്യർ ഇല്ലാതാക്കി. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ കഴിവ്. കാട്ടിൽ ഉപദ്രവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് പറക്കേണ്ട ആവശ്യമില്ല. മാത്രവുമല്ല ഇതിന് പറക്കാൻ കഴിയാത്ത ഒരു തരം പക്ഷിയായിരുന്നു ഇത്. മനുഷ്യൻ ഇവയെ വേട്ടയാടി കഴിഞ്ഞു. അതുകൊണ്ട് ഡോഡോയും വംശനാശത്തിന് ഇരയായി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെയാണ് 5 എക്സിറ്റ് ആനിമൽസ് ഇൻ ദ വേൾഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ പകർന്നു കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.